ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 16 മുതൽ RDO ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സമരം നടത്താൻ തീരുമാനിച്ചതായി CPIM വടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി TP ഗോപാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ് JT റോഡ് വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. ഈ ഇബ്രാഹിം കൊലക്കേസിൽ കുറ്റവാളികളെ വളരെ കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം, കുറ്റവാളികളെ രക്ഷിക്കാനുള്ള വടകര പോലീസിന്റെ ഈ അങ്ങേയറ്റത്തെ കുറ്റകരമായ ഈ നടപടി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരുന്ന 16-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം നടത്താൻ വടകര RDO ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സമരം നടത്താൻ ഉള്ള തീരുമാനം ആയിട്ടുണ്ട്. ആ അനിശ്ചിതകാല സമരം, ഇതിന്മേൽ എന്തെങ്കിലും നടപടി പോലീസ് യഥാസമയം അല്ലെങ്കിൽ ഇതിനുചിതമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചത് അനിശ്ചിതമായ സമരമാണ്. വളരെ സമാധാനപരമായ സമരം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ കുറേ ദിവസം ആ സമരം തുടരും. ഒരു 10-22 ദിവസം ഈ സമരവുമായി തുടർച്ചയായി RDO ഓഫീസ് തുറക്കുന്ന എല്ലാ ദിവസങ്ങളിലും തുടർച്ചയായി ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അതിനുശേഷം എന്നിട്ടും പോലീസിന്റെ നിലപാട് മാറുന്നില്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമര രൂപം സ്വീകരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഇത്തരം സമരങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്നാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.